ഗഡിയോളെ ഇന്ന് ഞായറാഴ്ച അവധി പോലെ നമ്മൾ റൈഡിന് ഇറങ്ങി 6 മണിക്ക് ഇറങ്ങി. മല്ലംകുഴിയിലേക്ക് പോകാനുള്ള പരിപാടി ആയിരുന്നു. മല്ലംകുഴി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് വടക്കാഞ്ചേരി അടുത്തുള്ളത്. അങ്ങനെ അത് കുണ്ടന്നൂർ വരെ എത്തി. കുണ്ടന്നൂർ വെച്ചിട്ട് പിന്നെ നമ്മുടെ ആശാനെ കണ്ടു. പോളേട്ടൻ സൈക്കിളുമേ ജോലി സ്ഥലത്തേക്ക് പോണ വഴിയാണ്. അങ്ങനെ ചെറുതിരുത്തി പള്ളത്തേക്ക് പോണ വഴിയാണ്. അങ്ങനെ കണ്ടുമുട്ടി, മൂപ്പരോട് വർത്താനം പറഞ്ഞ് അങ്ങനെ നമ്മൾ ഒരുമിച്ചാ പോന്നു. അതെ, നല്ല നൈസ് കാറ്റുണ്ട് കേട്ടോ ഇവിടെ. നൈസ് കാറ്റ്, ബെസ്റ്റ് സ്ഥലമാണ്. നമ്മള് നെല്ലിയാമ്പതി ട്രക്കിങ്ങിന് പോവില്ലേ, അതേപോലത്തെ ഒരു ഫീല്. മേഘത്തിനൊക്കെ നമുക്ക് കൈ കൊണ്ട് തൊടാട്ടാ. ഈ പോളേട്ടന് സത്യത്തില് 61 വയസ്സായി. പോളേട്ടൻ അങ്ങനെ വഴിയിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. ഒരു രക്ഷയില്ല, നല്ല പടയ്ക്കുന്ന ആള്. വായോ പേട്ടക്കങ്ങട്ട് പോളേട്ടന്റെ ഒപ്പം പിടിക്കറാ. പേട്ട സ്ഥലല്ലേ? ബ്രഹ്മരത്തില് മോഹൻലാല് ജീപ്പ് ഓടിച്ച് പോണ വഴിക്കാണ് ഓർമ്മ വന്നത്. ഞാൻ നെല്ലിയാമ്പതി ട്രക്കിങ്ങിന് ഞാൻ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമാതിരി ഒരു സ്ഥലം ഈ വഴി കൂടെ ഇറങ്ങി വന്നപ്പോ അങ്ങനത്തെ ഒരു പാറ വിരിച്ചൊരു സ്ഥലം, നല്ല വൈബ് ഒരു സ്ഥലം, ചെറിയൊരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് രക്ഷയില്ല. പേടേട്ടനി അതെ അല്ലേ പോളേട്ടൻ? പേടന്നെ പേട്ടാ. ഇവിടെ ഒരു ഡാം നിർമ്മിക്കുന്നുണ്ട്, ചെക്ക് ഡാം. ഈ ഡാം നിർമ്മിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടം ഇല്ലാണ്ടാവൂട്ടാ. നമ്മളങ്ങനെ നടന്നിട്ട് വേണം അതുകൊണ്ട് ഈ വെള്ളം ക്രോസ് ചെയ്തിട്ട്, ഈ ഡാം ചെക്ക് ഡാം ഉണ്ടാക്കണതിൻ്റെ വെള്ളം ക്രോസ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് കടന്നു പോവാൻ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക്. വഴുക്കലുണ്ടാവട്ടാ, നോക്കിക്കോട്ടാ. ചെറിയൊരു ഒഴുക്കൊക്കെ ഉണ്ട് കേട്ടോ വെള്ളം. തിരക്കില്ലാത്ത രീതിയിലുള്ള ഒരു തിരക്കേടില്ലാത്ത ഒഴുക്കുണ്ട് അല്ലേ? ഈ പാലക്കുഴി വാട്ടർഫോൾ ശരിക്കും തണ്ടിലം വാട്ടർഫോൾ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ടോപ്പ് ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ അവിടെ നിന്നൊരു പാറ ഉണ്ട്, അപ്പോൾ അതിൻ്റെ മേലെയാണ് നമ്മൾ നിൽക്കുന്നത്. നല്ല വ്യൂ ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അവിടുന്ന് നല്ല വ്യൂസുള്ള സ്ഥലമാണ്. ഇതിൻ്റെ അടിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ വാട്ടർഫോളായി. അത്യാവശ്യം കുത്തനെ ഒരു ഇറക്കാണ്, അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം പോവാൻ. മരങ്ങളുടെ വേരും കല്ലൊക്കെ ഉണ്ട്, കാലുമേ തട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇത് പാലക്കുഴി ആ തണ്ടിലം എന്ന് പറഞ്ഞ വാട്ടർഫോളിന്റെ മേലെന്ന് കാണുന്ന ഒരു കാഴ്ച കേട്ടാ. എന്തൊരു സെറ്റപ്പ് അല്ലേ? പിന്നെ പൊളി വൈബ് കേട്ടാ. ഇവിടെ അടുത്തൊക്കെ ഉള്ള ആൾക്കാരൊക്കെ കാണേണ്ട സ്ഥലമാട്ടത്.
നമ്മള് വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞു കേട്ടോ. ഇനി നേരെ മേലേക്ക് കയറുക. ഇവിടെ ആ ആ അതെ അതെ അതെ. ഇനി ഈ ഡാം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഇല്ല. ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കെട്ടുകയാണ് ഈ ഡാം എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളം അവിടെ സ്റ്റോറായിട്ട് നിൽക്കും. ഇങ്ങനെ താഴത്തേക്ക് വെള്ളം ഉണ്ടാവില്ല. നമ്മളിഞ്ഞ് കയറി നേരെ സൈക്കിൾ എടുത്ത് ഒരു വിടില്ല വിടും അല്ലേ പോളേട്ടാ. ഈ ഒരു സ്റ്റാർട്ടിങ് നമ്മുടെ ഈ വാട്ടർഫോളിൻ്റെ തിണ്ടിലം എന്ന് പറഞ്ഞ ഈ വാട്ടർഫോളിൻ്റെ സ്റ്റാർട്ടിങ്, പാലക്കുഴിയിലെ ഈ വാട്ടർഫോളിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞ ഇതാണ്. ഇവിടെയാണ് ഡാം, ചെറിയ ചെക്ക് ഡാം ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഈ ചെക്ക് ഡാം ഉണ്ടാക്കണ ഇതാണ്. പണി ഏകദേശം തുടങ്ങി. അതെ, ഫ്രണ്ട് ഭാഗം. അപ്പം ഇങ്ങനെ ഒരു ഡാം, ചെക്ക് ഡാം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ആ വാട്ടർഫോള് ഇല്ലാണ്ടാവും. സൈക്കിളിന് ഒരു പടയ്ക്കാം. ഇവിടെ ഒരുപാട് കയറ്റുണ്ട് കേട്ടോ. 10 കിലോമീറ്റർ ഒക്കെ ഒരു ഒറ്റ കയറ്റ ഇറക്കൊന്നുമില്ലാണ്ട് ക്ഷീണിച്ചു. അപ്പൊ ഇനി പോളാട്ടനുണ്ട്, ഞാനും ഉണ്ട്, ബിന്റപ്പനുണ്ട്. പെട്ടയ്ക്ക് ഇനി